എനിക്ക് തോന്നുന്നു 25 മീറ്റർ ദൂരെ മാത്രം നിൽക്കുന്ന കാട്ടാനക്കൂട്ടം. ഇതിങ്ങനെയല്ല, ഇന്നലെ ഈ റോഡ് ക്രോസ് ചെയ്ത് ഇന്നലെ മിഞ്ഞാന്നുമൊക്കെ നിരന്തരം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊരു നിമിഷ നേരത്തെ ഇന്നത്തെ മാത്രം ഒരു കാഴ്ചയല്ല, എന്നും ഇവിടെയുള്ള ഭീതികരമായ ഒരവസ്ഥയാണ്. ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ ചിമ്മിനി ഡാമിലേക്ക് വന്നെത്തുന്ന മുഴുവൻ സഞ്ചാരികളുടെയും വാഹനയാത്രക്കാരുടെയും പാവപ്പെട്ട ജനങ്ങളുടെയും വളരെ വലിയ ആവശ്യമാണ് ഈ കാട്ടാനക്കൂട്ടങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. ഏത് സമയത്തും കാട്ടാനകൾ കൂട്ടം കൂട്ടമായി വന്ന് റോഡ് ബ്ലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ ജനങ്ങളെ ആക്രമിക്കുക, ജനങ്ങളുടെ ജീവന് വരെ ഭീഷണിപ്പെടുത്തുക. നിരവധി മനുഷ്യ ജീവനുകൾ ഈ അടുത്ത് ഈ പ്രദേശത്ത് തന്നെ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നലെ ഇതിന് സമാനമായ ഒരു സംഗതി ഉണ്ടായി. എച്ചിപ്പാറയിൽ അലവി എന്ന് പറയുന്ന ഇക്കയെ ആന തട്ടി. ഭാഗ്യം കൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനിയും ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിരന്തരമായ പ്രതിഷേധങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങൾ കൊണ്ടും പരാതികൾ കൊടുത്തിട്ടും ഇതിനൊന്നും നാളിതുവരെ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. മലയോര മേഖലയിൽ നിരന്തരമായ ഞങ്ങളുടെ സമ്മർദ്ദം മൂലം കുറച്ചൊരു ഭാഗം സോളാർ വേലി സ്ഥാപിച്ചു. ഒരു 50% ആ മേഖല സുരക്ഷിതമായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഏത് സമയത്തും കൂട്ടമായെത്തുന്ന ആനകൾ അത് നശിപ്പിച്ച് സോളാർ ഫെൻസിങ് തകർത്ത് ജനവാസ മേഖലയിലേക്ക് വരുന്ന വളരെ വലിയ ഭീഷണി ഞങ്ങൾ നേരിടുന്നുണ്ട്. ഇത്രയൊക്കെ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും അധികാരികൾ ഇപ്പോഴും ഇതിനു വേണ്ട നടപടികൾ യാതൊന്നും തന്നെ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരവസ്ഥയാണ്. ഇവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് തോട്ടം തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്നില്ല, കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, സഞ്ചാരികൾക്ക് യാത്ര പോലും ചെയ്യാൻ പറ്റാതെ അത്രയും വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. വെറുതെ ഇത് പറയുന്നതല്ല, തൊഴിലെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരി അവരുടെ ജീവന് അവൻ്റെ ജീവന് സുരക്ഷിതം ഇല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുക. തൊഴിലെടുക്കാൻ പോകുന്ന തൊഴിലാളിക്ക് ഏത് സമയവും ആനയുടെ ആക്രമണത്തിൽ ആന അവരെ കൊലപ്പെടുത്താമെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ഭീഷണിയാണ് ഈ പ്രദേശത്തുള്ളത്. ഇതിന് ഏറ്റവും പ്രധാന കാരണം ഇവിടെ വളർന്നു നിൽക്കുന്ന തോട്ടത്തിലെ അടിക്കാടുകളാണ്. വളരെ എത്ര ആനക്കൂട്ടങ്ങൾ നിന്നാലും മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത വിധം കാടുകൾ ഇവിടെ വളർന്നിരിക്കുകയാണ്. ഈ കാടുകളെ വളരെ പെട്ടെന്ന് വെട്ടി നീക്കം ചെയ്യേണ്ടത് വളരെ വലിയൊരാവശ്യമാണ്. ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. തോട്ടം മേഖലയിൽ വളർന്നു നിൽക്കുന്ന അടിക്കാടുകൾ വെട്ടി ജനങ്ങളുടെ ജീവന് സുരക്ഷയൊരുക്കുക, തോട്ടം തൊഴിലാളികൾക്ക് പേടിയില്ലാതെ അവരുടെ തൊഴിൽ ചെയ്യാനുള്ള അവസരം ഒരുക്കുക. ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ട്രഞ്ചെടുത്ത മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവിടെ വന്യമൃഗ ഭീഷണി, പ്രത്യേകിച്ച് കാട്ടാന ശല്യം ഇല്ലാത്ത ഒരു സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ ഒരു രീതി തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവണം. പലപ്പോഴും ഈ ആവശ്യമായി ചെല്ലുമ്പോൾ അവർ പറയാറുള്ളത് ഇത് പരിഹരിക്കാൻ പറ്റില്ല, അതിന് ഫണ്ട് വേണം, അങ്ങനെയൊക്കെയാണ് പറയാറ്. പക്ഷേ ഞങ്ങളുടെ ആവശ്യം ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാക്കണം. ട്രഞ്ച് തന്നെ വേണം. പലപ്പോഴും ഇവർ പറയുന്ന ഒരു ന്യായീകരണം, അധികൃതർ പറയുന്ന ന്യായീകരണം, കാട്ടാനകൾ പണ്ട് വന്നിരുന്ന സ്ഥലമാണിത്, ആനത്താരകളാണ്, അതുകൊണ്ട് ആന ജനവാസ മേഖലയിലേക്ക് വരുന്നു, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിസ്സംഗരായി നിൽക്കുന്ന ആളുകളോടാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഞങ്ങൾക്ക് ഈ മേഖലയിൽ ട്രഞ്ച് എടുക്കണം. ട്രഞ്ച് എടുത്തുകൊണ്ട് ഈ മേഖല സുരക്ഷിതമാക്കണം. അതുപോലെ തന്നെ പല വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് പല യൂട്യൂബുകളിലും അതുപോലെ തന്നെ പല സ്ഥലത്തൊക്കെ പരീക്ഷിച്ച് വിജയിച്ച പലവിധത്തിലുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ പ്രദേശത്ത് പരീക്ഷിച്ചിട്ടില്ല. ജൈവവേലികളോ അതല്ലെങ്കിൽ കാട്ടാനകളുടെ വരവ് തടയാനുള്ള മുള്ളുവേലികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ അങ്ങനത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും സ്ഥാപിച്ച് അതിനുള്ള കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ ഈ മേഖലയെ സുരക്ഷിതമാക്കാൻ ഇത് വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ എത്ര വർഷങ്ങളായി ഈ മേഖല ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് 1 കിലോമീറ്റർ, ഒരു 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ 2 വ്യക്തികളെ ഈ അടുത്തടുത്ത് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബൈറ്റ് എടുക്കുന്ന ഈ സമയത്ത് പോലും നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആ തോട്ടത്തിൽ ഇപ്പോൾ നിലവിൽ കാട്ടാന കൂട്ടങ്ങളുണ്ട്. അപ്പോൾ വലിയൊരു അപകട ഭീഷണി, ജീവന് ഭീഷണിയാണ് നമ്മുടെയൊക്കെ ജീവന് ഭീഷണിയാണ്. ഈ ഭീഷണി ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും അധികൃതർ വരണം. ഇതില്ലെങ്കിൽ ഈ അടുത്ത നാളുകളിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, വലിയൊരു പ്രക്ഷോഭം നമ്മുടെ നാട്ടിലുണ്ടാവും. 1-2 ആളല്ല, ഈ മേഖല മുഴുവനും തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ മലയോര മേഖലയിലെ കർഷകർ ഉൾപ്പെടെ വലിയ പ്രക്ഷോഭം നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാകും. അത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്കെതിരെ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെതിരെ ഉണ്ടാകും. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എല്ലാവരും മനസ്സിൽ പേടിയോടെയാണ് ഇന്ന് ജീവിക്കുന്നത്. കിടന്നുറങ്ങാൻ പോലും
കഴിയാത്ത രീതിയിൽ എപ്പോൾ വേണമെങ്കിലും വീടുകൾ ആക്രമിക്കപ്പെടാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആന കണ്ണിൻ്റെ മുൻപിൽ പെടാം. ഈ ഒരു അവസ്ഥയിൽ നിന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മോചനം വേണം. ആന മാത്രമല്ല, ഇപ്പോൾ പല തവണ പുലി വന്ന് പശുക്കളെ നശിപ്പിക്കുന്ന, പശുക്കളെ കൊന്നൊടുക്കുന്ന ഒരു അവസ്ഥ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് തന്നെ എച്ചിപ്പാറയിൽ ഒരു പശുവിനെ പുലി പിടിച്ച അവസ്ഥയുണ്ട്. ഇന്ന് തന്നെയല്ല, നിരന്തരം ഇത് ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ശാശ്വത പരിഹാരം എത്രയും വേഗം അതിനുള്ള ചർച്ചകളാണ് ഉണ്ടാവേണ്ടത്. അതിവിടെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ, അതുപോലെ തന്നെ പഞ്ചായത്ത്, സർക്കാർ, MLA എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇതിനുള്ള ചർച്ചകളും അതുപോലെ തന്നെ തീരുമാനങ്ങളും ഉണ്ടാകണം. നിയമങ്ങൾ മാറ്റണമെങ്കിൽ മാറ്റണം. സർക്കാർ ഇതിന് വേണ്ട നിയമങ്ങൾ മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും മാറ്റണം. ജനവാസ മേഖലയിൽ ജനങ്ങൾ താമസിക്കട്ടെ. ആനകളൊക്കെ ഫോറസ്റ്റ് കാട്ടിൽ നിൽക്കട്ടെ. ആനകൾ വേണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. കാട്ടാനകൾക്ക് എതിരല്ല ജനങ്ങൾ. പക്ഷേ കാട്ടാനയെ സുരക്ഷിതമായ കാട്ടിൽ തന്നെ നിർത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇത്രയും വിപുലമായ കാടുള്ള നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മേഖലകളിൽ ആനകളെ കാട്ടിൽ തന്നെ സുരക്ഷിതമായി നിർത്തുന്നതിന് അവിടെ തന്നെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഓരോ വർഷം കോടികളുടെ ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ ത്രിതല സംവിധാനത്തിൽ സർക്കാരിനുമൊക്കെ ഉള്ളപ്പോൾ ആ ഫണ്ടുകൾ മുഴുവനും അതിന് ഉപയോഗപ്രദമായ പദ്ധതികൾ അതിന് രൂപീകരിച്ചുകൊണ്ട് കാട്ടിലെ ആനകളെ, കാട്ടിലെ മൃഗങ്ങളെ കാട്ടിൽ തന്നെ നിർത്തേണ്ട അവസ്ഥയുണ്ട്. ആനയും പുലി മാത്രമൊന്നുമല്ല, മയിലും അതുപോലെ തന്നെ കുരങ്ങും ഉൾപ്പെടെ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള എല്ലാ മൃഗങ്ങളും ജനങ്ങളെ നിന്ന് ദ്രോഹിക്കാൻ ഈ മേഖലയിൽ ഉണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് ശാശ്വതമായ പരിഹാരത്തിനുള്ള ഓട്ടപ്പാച്ചിലാണ് ശരിക്കും ഇവിടെയുള്ള ജനങ്ങൾ. ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്ത നോക്കൊന്നും വേണ്ട. എല്ലാവരുടെ മനസ്സിലും പ്രതിഷേധമുണ്ട്, എല്ലാവരുടെ മനസ്സിലും ഭയമുണ്ട്, പേടിയുണ്ട്. ഈ പേടിയും ഭയവും നാളെ വളരെ വലിയ പ്രതിഷേധമായി ഇവിടെ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അത് ഒരു സൂചനയാണിത്, സൂചന തന്നെയാണ്. ഇത് വലിയൊരു സമരത്തിൻ്റെ, വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ തുടക്കമാണ്. അതിലേക്കാണ് ഞങ്ങളെ ഈ നാടിനെ മുഴുവനും ഇവർ കൊണ്ടുപോകുന്നത്. ഇത് അധികൃതർ കണ്ണു തുറക്കണം, ഇത് അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് വളരെ വിനീതമായി ഈ അവസരത്തിൽ ഞങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. വളരെ വിനീതര, ഉറക്കമില്ലാത്ത രാവുകളാണ് ഇവിടെയുള്ള ആളുകൾക്ക് മുഴുവനും. തോട്ടം തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പുലർച്ചെ നേരത്തെ വന്ന് തോട്ടമേഖലയിൽ വന്ന് ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലെടുക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇല്ല. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് എസ്റ്റേറ്റ് മേഖലയാണ്. ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഈ കാട്ടാനകൾ വരുന്നത് തീർച്ചയായിട്ടും ഇവിടെ അടിക്കാടുകളുള്ളത് കൊണ്ടാണ്. ഇവിടെയുള്ള ഇടതൂർന്ന് നിൽക്കുന്ന അടിക്കാടുകൾ വെട്ടാതെ തോട്ടം തൊഴിലാളികൾക്ക് ഒട്ടും തന്നെ സുരക്ഷ കൊടുക്കാതെ അവരെങ്ങനെയും വന്ന് ജോലി ചെയ്യട്ടെ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അവർക്ക് പാല് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ റബ്ബർ പാല് കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യവസായം വികസിച്ചാൽ മതി. പക്ഷേ ഇവിടെയുള്ള തോട്ടം തൊഴിലാളികൾക്ക് ജീവന് യാതൊരു സുരക്ഷയും വേണ്ട എന്നുള്ളത് ഒരിക്കൽ കൂടി അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. മുഴുവനും ആളുകൾ സഞ്ചരിക്കുന്ന ഈ വഴിയുടെ ഒരു 25 മീറ്റർ ദൂരെ മാത്രം നിൽക്കുന്ന കാട്ടാനക്കൂട്ടം. ഇതിങ്ങനെയല്ല. ഇന്നലെ ഈ റോഡ് ക്രോസ് ചെയ്ത് ഇന്നലെ മിഞ്ഞാന്നുമൊക്കെ നിരന്തരം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊരു നിമിഷ നേരത്തെ ഇന്നത്തെ മാത്രം ഒരു കാഴ്ചയല്ല, എന്നും ഇവിടെയുള്ള ഭീതികരമായ ഒരവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം. അതെൻ്റെ മാത്രം ആവശ്യമല്ല, ഇവിടെയുള്ള തോട്ടം തൊഴിലാളികളുടെ, ഇവിടെയുള്ള മലയോര കർഷകരുടെ, പാവപ്പെട്ട ജനങ്ങളുടെ, സഞ്ചാരികളുടെ, ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ ചിമ്മിനി ഡാമിലേക്ക് വന്നെത്തുന്ന മുഴുവൻ സഞ്ചാരികളുടെയും വാഹനയാത്രക്കാരുടെയും പാവപ്പെട്ട ജനങ്ങളുടെയും വളരെ വലിയ ആവശ്യമാണ് ഈ കാട്ടാനക്കൂട്ടങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം. അധികാരിവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.